കൊറേ നേരമായി ഞാനിവിടെ ഇരിക്കുന്നു. നീ ആനയും അമ്പാരിയും വേണായിരിക്കും ചോറും കൊണ്ട് എഴുന്നള്ള. ഇതൊക്കെ നേരത്തെ ഇവിടെ കൊടുക്കാൻ മേലായിരുന്നു. ഇത് ഭയങ്കര ഭാരമല്ലേ, അതുകൊണ്ടായിരിക്കും പ്ലേറ്റിലൂടെ കൊണ്ടുവരുന്നത്. നിന്റെ വായനതുവാ കൊടുക്കട്ടെ. ഇതെന്താ? അതെനിക്കറിയാം. ബാക്കിയുള്ളതൊക്കെ ഇനി ഓരോന്നോരോന്നായിട്ട് വരുമായിരിക്കും. ഇന്നതേ ഉള്ളു ഊണിന്. അതെന്താ ചോറും കറിയൊന്നും വെച്ചില്ലേ? ഇല്ല, ഇതിൽ നിന്ന് വെള്ളം കുടിച്ചാൽ മതി. വേണേ ഏട്ടനോട് തരാം. അതിന്റെ മറ്റവനോട് കൊടുത്താൽ മതി. നിന്റെ ഇഷ്ടത്തിന് എനിക്കൊന്നും ചെയ്തു തരാനല്ല കാശ് നിർത്തിയിരിക്കുന്നത്. എന്തോന്നാ നിനക്കിവിടെ ഇത്ര മല മറിക്കുന്ന പണി? മല മറിക്കാൻ എത്രയും പ്രയാസമില്ല. തർക്കുത്തരം പറയുന്നു. മിണ്ടാൻ നിന്ന വായിൽ കൊടുക്കട്ടെയാണോ ചോദിക്കും. മിണ്ടിപ്പോയ തർക്കുത്തരായിപ്പോ. ഇതെന്തോന്നാണ് അപ്പനെ? എന്നാ നേരെ വല്ലതും ചെയ്യാനുള്ള സൗകര്യം ഉണ്ടോ? അതുമില്ല. മര്യാദക്ക് ജോലി ചെയ്യാൻ നിനക്ക് എന്തോന്നാണ് ഇവിടെ കുറവ്? എടിപൊടി എന്നൊക്കെ വിളിക്കാൻ വേറെ ആള് നോക്കണം. എന്നാ പിന്നെ നിന്നെ ഞാൻ അകത്താരമേന്ന് വിളിക്കാം. നീ എന്റെ മോളൊന്നുമല്ല, ഇവിടുത്തെ അടുക്കളിക്കാരിയാ. എന്നെ കൊണ്ട് ഒരു നേരം ഒരു പണിയും ചെയ്യാൻ സാധിക്കുള്ളൂ. കിട്ടൂലേ? അയാൾ ഇവിടുത്തെ പേക്കൂത്ത് സഹിക്കാൻ വയ്യാതെ പോയി. അവളെ എനിക്കിപ്പോ ആരാണോ ഊണെന്താ റെഡിയാക്കുന്നത്? രാവിലെ അരി അടുപ്പത്തിനാ തുടങ്ങിയപ്പോഴല്ലേ വെള്ളം ചൂടാക്കാൻ പറഞ്ഞത്? എനിക്ക് ചൂടാക്കിയില്ലോ, മറ്റുള്ളതിനാണല്ലോ കുളിച്ചത്. വെള്ളം ചൂടാക്കാൻ തുടങ്ങിയപ്പോഴാണ് എണ്ണ കാച്ചാൻ പറഞ്ഞത്. അത് നടന്നോ? അപ്പോഴല്ലേ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങാൻ പറഞ്ഞേ? എന്നിട്ട് വാങ്ങിച്ചോ? ഇല്ല, ഇവിടെ മുഴുവൻ തുടച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് അത് ചെയ്തില്ലല്ലോ. അത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴല്ലേ ചോറ് വിളമ്പാ പറഞ്ഞത്. കഴുകി വെച്ച അരി ഇരിപ്പുണ്ട്, മതിയെങ്കിൽ അത് വിളമ്പാം. അതിന് തന്തോട് എന്ന് പറഞ്ഞാൽ തന്തോട് തന്നെ പറഞ്ഞു.